ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറച്ച് റിനോവേഷൻ വർക്ക്സ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ പഴയ വ്ളോഗ്സൊക്കെ കാണുമ്പോഴത്തേനും മനസ്സിലാവുമല്ലോ, നമ്മുടെ കബോർഡ്സ് ഒന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഇങ്ങനെ ഓപ്പൺ കിച്ചണായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബെഡ്റൂമിലുള്ള കബോർഡ്സുകളും ഒന്നും തന്നെ നമ്മൾ ഡോർ ഇടാതെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള UPVC കബോർഡ് വർക്കിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. കോൺട്രാക്റ്റാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിനുള്ളിൽ അളവൊക്കെ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കിനായിരുന്നു റേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് സ്ക്വയർ ഫീറ്റിന് 350 റുപ്പീസ് വരുന്ന ഒരു മോഡലുള്ളതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കബോർഡ് വർക്കിലെന്ന് പറയുമ്പോഴത്തേനും ഇതിന് പല ടൈപ്പ് മെറ്റീരിയലുണ്ട്, കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ മുന്നേ താഴത്തെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോഴത്തേനും ഇതിൻ്റെ തന്നെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള PVC വർക്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേനും തന്നെ അത് ഇളകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ചെയ്തപ്പോഴത്തേനും മേലേക്ക് വന്നപ്പോഴത്തേനും കുറച്ച് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ചൂസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് അവർ മുന്നേ തന്നെ കാറ്റലോഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ മുന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ടീക്ക് വുഡിൻ്റെ ടെക്സ്ചർ വരുന്ന ഒരു മോഡലാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺട്രാക്റ്റ് വർക്കിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ അടുത്തുള്ള ഈ ഒരു വർക്കറാണ് നമുക്ക് ഈ ഫുൾ വർക്കും ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ ഒരാളാണ് ചെയ്തത്. നന്നായിട്ട് ഫിനിഷിങ്ങോട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ ഇത് കാണുമ്പോഴത്തേനും മനസ്സിലാവും. പിന്നെ ഏതൊരു സംഭവവും നമ്മളിങ്ങനെ യൂസ് ചെയ്തതിന് ശേഷമല്ലേ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഈ വർക്ക്സൊക്കെ ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് കൂടുതൽ ഫീഡ്ബാക്കൊക്കെ പറയാം. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ തന്നെ ഞങ്ങൾ വീട് വയ്ക്കുന്ന സമയത്ത് തന്നെ ടൈൽസ് ഞാൻ ഈ ഒരു വുഡിൻ്റെ ടെക്സ്ചറിൽ വരുന്നത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കബോർഡ് വർക്ക്സ് ചെയ്യുമ്പോഴത്തേനും ഇതേപോലെ വുഡിൻ്റെ ടെക്സ്ചർ തന്നെ മതിയെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം ഫസ്റ്റ് ഡേയിലെ വർക്ക്സ് ഇത്രയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഗ്ലാസ്സിൽ വരുന്ന ഒരു ഷോ കേസിൻ്റെ ഒരു സെറ്റപ്പും ലിവിങ് റൂമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിനായിട്ടും പൂജാ ഷെൽഫാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൂജാ ഷെൽഫ് ഇതുപോലത്തെ തന്നെ റെഡിമെയ്ഡായിട്ട് നമുക്ക് വരുന്നുണ്ട് കടകളിൽ. പക്ഷേ ഞങ്ങൾ ഓൾറെഡി വീട് വെച്ചപ്പോൾ തന്നെ ഇതുപോലൊരു ഷെൽഫ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഡോർ ചെയ്യാൻ വേണ്ടിയിട്ട് മേൽ പോർഷനിൽ ഇതുപോലെ ബെല്ല് വെച്ചിട്ടും താഴേക്ക് സ്ലൈഡിങ് ഡോറുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ ഇവരിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഓരോ റൂമിലേക്ക് മാറിയിരിക്കുമായിരുന്നു. ഓരോ റൂം കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾ മാറിക്കൊടുക്കും. വർക്ക് ചെയ്യുന്ന ആളിന് ടീ മാത്രം ഇട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ ലഞ്ചൊക്കെ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്കുള്ള എന്തെങ്കിലുമൊക്കെ ആഹാരം ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഉണ്ടാക്കി വെക്കുമായിരുന്നു. 2 ദിവസം ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിച്ചത്. ഒരു ദിവസമാണ് ലാസ്റ്റ് ഡേ മാത്രമാണ് കിച്ചണിൽ കയറി കുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ പൊടിയും അഴുക്കാണല്ലോ. അപ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് എല്ലാം കൂടി ചെയ്യാനും പറ്റില്ല. പിന്നെ ഇത് ഞങ്ങളുടെ ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പോൾ നന്നായിട്ട് ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബെഡ്റൂമിൽ ഓൾറെഡി ഒരു 7 വർഷം മുന്നേ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ ഒരു കബോർഡ് അവിടെ ഇരിപ്പുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ആയിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇനി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഓവറോൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രാത്രി 10 മണിയോട് കൂടിയാണ് ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞത്. 3rd ഡേ ആണ്. ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്ത ജോലി സൺഡേ നൈറ്റാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 3 ദിവസം കൊണ്ട് അവർ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്തു തന്നു. പിന്നെ കിച്ചണിൽ മെയിനായിട്ട് ഒരു കോർണറിലൊരു ഗ്ലാസ്സിലുള്ളൊരു ഷെൽഫ് ചെയ്തു. ഷെൽഫല്ല, ഇതുപോലെ 3 ഗ്ലാസ് പീസസ് ഇങ്ങനെ കോർണറിലായിട്ട് വെച്ച് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന പ്ലേറ്റ് സ്റ്റാൻഡിനെ ഞാൻ ഇതുപോലെ സിങ്കിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരത് ചെയ്തു തന്നു. നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഈ ഒരു സ്പൈസ് ബോക്സസ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഈ ഒരു ചെറിയൊരു ഷെൽഫ് ചെയ്തു. ഇത് ഞങ്ങൾ ഗ്ലാസ് ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെ സ്പൈസസ് ആണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് കാണാമല്ലോ. അപ്പോൾ ഇത് സാധാരണ PVC ഡോറിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും ഭംഗി തോന്നത്തില്ല. അപ്പോൾ ഇങ്ങനെ ഗ്ലാസ് ഡോറിൽ ഇടുമ്പോഴത്തേനാണ് കൂടുതൽ ഭംഗി തോന്നുന്നത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് രാത്രി കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ മാക്സിമം സ്പൈസസ് എല്ലാം കൂടി വെച്ചേക്കുന്നത് കേട്ടോ.
പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലൊരു കപ്പ് സ്റ്റാൻഡും 2-3 ഓർഗനൈസറും വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ളതാണ്. ഒരുപാട് സാധനങ്ങളൊന്നും പഴയതുപോലെ ഇനിയിപ്പോൾ വലിച്ചു വാരിയിടേണ്ട കാര്യമില്ല. നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു ഷെൽഫിൽ തന്നെ കുറേ സാധനങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലേറ്റ് സ്റ്റാൻഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സിങ്കിൻ്റെ തൊട്ട് മേലെയായിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ കബോർഡ്സും അടച്ചു വന്നപ്പോഴത്തേനും തന്നെ ആ ഒരു ബ്ലാക്ക് കളറിലുള്ള നമ്മുടെ ഗ്രാനൈറ്റും അതും എല്ലാം കൂടി നന്നായിട്ടൊരു കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലാസ്സിലുള്ള കോർണർ സ്റ്റാൻഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കോർ പീസസോ അല്ലെങ്കിൽ സ്പൈസ് ബോക്സസൊക്കെ വെക്കാനായിട്ട് പറ്റും. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ഷെൽഫ് എന്ന് പറയുന്നത് കിച്ചണിലുണ്ടായിരുന്ന ഈ ഒരു ഷെൽഫായിരുന്നു. അപ്പോൾ ഇതിൽ ഞങ്ങൾ 3 സെപ്പറേഷനായിട്ട് ചെയ്തിട്ട് സ്ലൈഡിങ് ഡോർസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മേൽഭാഗത്തുള്ള ആ ഒരു വലിയ ആ ഒരു റാക്ക് ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഡോറ് ഓപ്പൺ ചെയ്യുന്ന ഡോറ് പോലെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ വർക്ക്സൊക്കെ കഴിഞ്ഞിട്ട് പോയി നൈറ്റ് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ 3-4 ദിവസമായിട്ട് വീട്ടിൽ കുക്കിംഗ് അധികം ചെയ്യുന്നില്ല. അപ്പോൾ ആകെ അലങ്കോലമായിട്ട് കിടക്കുമല്ലോ, അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുറേശ്ശെ ക്ലീൻ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷെൽഫിലൊക്കെ ഒരുപാട് വർക്ക്സൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഒത്തിരി പൊടിയും ഡസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് കളയുന്നുണ്ട്. കുറേ നേരം എടുത്തായിരുന്നു കേട്ടോ. 12 മണിയോളം ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് സമയം എടുത്തു. ഹസ്ബൻഡും ഞാനും കൂടിയാണ് ചെയ്തത്. പിന്നെ ഓരോ ദിവസം ഇപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും മുകളിലാണ് അവർ ഈ ഒരു സംഭവം ചെയ്തു തന്നിട്ടുള്ളത്. മൊത്തത്തിൽ ഇത് ചെയ്ത് എടുത്ത് വന്നപ്പോഴത്തേനും ആ ഒരു ടൈൽസിൻ്റെ കോമ്പിനേഷനും അതുപോലെ ഈ ഒരു PVC ഡോറിൻ്റെ കളറും ഒക്കെ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ കിച്ചണിൻ്റെ സിങ്കിൻ്റെ അടിഭാഗത്ത് ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ്റെ പൈപ്പ് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഒരു ഹോൾ ഇടാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം ആ ഡോറ് തുറന്നിട്ടിട്ട് പൈപ്പ് അതിനുള്ളിലേക്ക് വിടാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഹോൾസ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ സിലിണ്ടർ വയ്ക്കുന്നിടത്തും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ആ ഭാഗത്തും 2 എയർ ഹോൾ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എയർ ഹോളിൻ്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. കാരണം ഇത് രണ്ടും എയർ കടക്കേണ്ട സ്ഥലമാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ മെയിനായിട്ടുള്ളൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും ഇത് ഒരു സെമി മോഡുലാർ കിച്ചണാണ്, ഫുൾ മോഡുലാർ കിച്ചൺ അല്ല. നമ്മൾ നേരത്തെ താഴത്തെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോഴും അവിടെയും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓപ്പൺ കിച്ചൺ ചെയ്തിട്ട് പിന്നീട് ഓപ്പൺ ഷെൽഫുകളെല്ലാം ഞങ്ങൾ ക്ലോസ്ഡ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വീട് വെച്ച സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ മോഡുലാർ കിച്ചൻ്റെ സെറ്റപ്പ് നമുക്ക് വേണ്ട എന്നുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാകുമ്പോഴത്തേനും വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല. എന്നാലും ഓപ്പൺ കിച്ചൺ ആകുമ്പോഴത്തേനും എല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. പക്ഷേ ക്ലോസ്ഡ് ആകുമ്പോഴത്തേനും നന്നായിട്ട് അകത്തിരിക്കുന്ന സംഭവങ്ങളൊന്നും അറിയാനൊന്നും പറ്റത്തില്ല. പക്ഷേ നല്ല വൃത്തിയായിരിക്കും. പക്ഷേ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫുൾ മോഡുലർ ആക്കാതെ സെമി മോഡുലർ കിച്ചൺ ആക്കിയിട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മേലെയൊക്കെ ഇഷ്ടംപോലെ പൊടിയും അഴുക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രില്ലിംഗ് ഒക്കെ ചെയ്തപ്പോഴത്തേനും ഉണ്ടായിട്ടുള്ള പൊടികളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഇത് 3rd ഡേ ആണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ വർക്ക്സ് എല്ലാം കഴിഞ്ഞിട്ട് പോയതിന് ശേഷം ഞങ്ങൾക്ക് ഇതുപോലെ ഹാളിൽ ലിവിങ് റൂമിൽ വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസ്സിലുള്ള ഒരു ഷോക്കേസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവർ നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 2-3 എണ്ണം ഫിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ലിവർ ടൈപ്പ് മോഡലിലുള്ള ഗ്ലാസ് ഷോക്കേസാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഹസ്ബൻഡ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതുപോലെയൊക്കെ വെക്കാം. അപ്പോൾ ഈ ഒരു ലെങ്തുള്ള ഈ ഒരു സംഭവമാണ് ഈ ഒരു ലിവറിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ട് സക്ഷൻ ഹൂക്കുകളുണ്ട്, അത് നമുക്ക് ഈ ലിവറിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് ഗ്ലാസ് എടുത്ത് ഇതിൻ്റെ മേലെ വയ്ക്കാം. 12 mm ഗ്ലാസ്സാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇതാണ് 12 mm ഗ്ലാസ് കേട്ടോ. പിന്നെ ഇത് സെപ്പറേറ്റ് ചാർജാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കബോർഡ് വർക്കിൽ വരുന്നതല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺട്രാക്ടറോട് നേരത്തെ തന്നെ ഇങ്ങനെ ഇവിടെ ഒരു ഷോക്കേസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് തടിയിൽ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ വുഡിൻ്റെതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഓൺലൈനിൽ മേടിക്കണം, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കണം, അങ്ങനെ പറഞ്ഞു. തടിയിലാകുമ്പോഴത്തേനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ഒറ്റ തവണ ഇങ്ങനെ ഫിറ്റ് ചെയ്ത്
ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് മാറ്റാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഗ്ലാസിൻ്റെ ഒരു സംഭവം ആകുമ്പോഴത്തേനും നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നാട്ടിൽ എൻ്റെ വീട്ടിലും ഈ ഒരു സംഭവം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഷോക്കേസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സക്ഷൻ ഹൂക്സ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഗ്ലാസ് വെച്ചിട്ട് ആവശ്യമുള്ള ഡെക്കോർ പീസസൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ സംഭവങ്ങളും ഫോട്ടോസും ഡെക്കോർ പീസസ് എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കിച്ചണിൽ വെച്ചിട്ടുള്ള ഒരു കോർണറിലുള്ള ഗ്ലാസിൻ്റെ സംഭവവും 12 mm-ൻ്റെതാണ്. അതുപോലെ തന്നെ ഇതും 12 mm-ൻ്റെ ഗ്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു വർക്കും കിച്ചണിൽ വരുന്ന ആ ഒരു കോർണറിൽ വരുന്ന ആ ഷെൽഫിൻ്റെ വർക്കും വേറെ ആൾക്കാരാണ് ചെയ്തത്. ഈ കോൺട്രാക്ടറുടെ കീഴിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതിന് സെപ്പറേറ്റ് ചാർജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് 5000 rupees ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലിവിങ് റൂം ഇതുപോലെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂജാ ഷെൽഫ്. പൂജാ ഷെൽഫിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേൽഭാഗത്ത് ബെല്ല് വെച്ചിട്ടുള്ളൊരു സംഭവവും താഴെ ഭാഗത്ത് ഇതുപോലെ സ്ലൈഡിങ് ഡോറുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലിവിങ് റൂമിൽ ഞാനിങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്. തൊട്ട് പുറകിലായിട്ട് ഡൈനിങ് ടേബിൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റിലുള്ള വ്യൂ ഇതാണ്. അപ്പോൾ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്തതിന് ശേഷം കണ്ടപ്പോഴത്തേനും ഭയങ്കരമായിട്ട് വ്യത്യാസം തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് നമ്മുടെ വീട് ഒന്ന് നന്നായിട്ട് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. ഞങ്ങൾ ഈ ഒരു വീട് മേലേക്ക് വെച്ചിട്ട് ഒരു 3 വർഷം ആവുന്നുണ്ട്. ഇപ്പോഴാണ് ഞങ്ങളത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചിരുന്നാൽ മതി. പിന്നെ ഇതിൻ്റെ PVC ഡോർ വർക്ക്സ് ഇഷ്ടംപോലെ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പേരോട് അന്വേഷിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയി എന്ന് തോന്നിയവർ മാത്രമാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ഇതുപോലുള്ള വർക്ക്സ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് ചോദിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ മെയിനായിട്ട് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലുള്ള PVC ഡോർ വർക്ക്സ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ലോങ് ലൈഫ് ഉണ്ടായിരിക്കും. ഇത് ഞങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ഒന്നും കൂടി റിവ്യൂസ് ഇടുന്നതായിരിക്കും. ഇതുപോലുള്ള വർക്ക്സ് ചെയ്യുമ്പോഴത്തേനും വുഡിൽ ചെയ്യാനായിട്ട് പൈസ നമ്മൾ ബഡ്ജറ്റ് നോക്കിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ PVCയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കാരണം വുഡ് പോലത്തെ ടെക്സ്ചർ ആയിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി വലുതായിട്ട് ഒരു ചേഞ്ച് വരത്തില്ല. പക്ഷേ വുഡിൽ ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് ക്യാഷ് നമുക്ക് ബഡ്ജറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ആവും അല്ലേ. ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രിഫർ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.